ചീഫ് സെക്രട്ടറി എസ്.എം. വിജയാനന്ദ് വിജിലൻസ് അന്വേഷണ ഫയലുകൾ പൂഴ്ത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് പരിഗണിക്കവേ രൂക്ഷ വിമർശനമാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ വിജിലൻസ് കോടതി ഉയർത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ എന്തിന് സംരക്ഷിക്കുന്നുവെന്നാണ് വിജിലൻസ് കോടതി ചോദിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വിഷയവും പരിഗണിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? സോമി, ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ എന്തിന് സംരക്ഷിക്കുന്നു എന്ന ഒരു ചോദ്യം ഒരു സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നേരെ ഒരു വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടതായി വരും. കാരണം രണ്ട് കേസുകളാണെന്ന് പ്രധാനമായും വിജിലൻസ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ADGP ആയിരുന്ന R. ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണ ശുപാർശ ഫയൽ പൂഴ്ത്തി എന്നാരോപിച്ചുകൊണ്ട് തന്നെ ഒരു പരാതി നേരത്തെ വിജിലൻസ് കോടതിയുടെ മുമ്പിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ്. അതിൽ ഇത്തരത്തിൽ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറി ഒരു പുതിയ ആളായതിനാൽ ചില നോട്ടപ്പിശകുകൾ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നൊരു വിമർശനത്തോടു കൂടി വിജിലൻസ് ഒരു ഫയൽ ക്ലോസ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ടോം ജോസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, ടോം ജോസിനെ സസ്പെൻഡ് ചെയ്യണമെന്നടക്കം ഉള്ള ശുപാർശകൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്നതാവുന്ന ഒരു പരിതസ്ഥിതി ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സംസ്ഥാന ഉദ്യോഗസ്ഥ തലപ്പത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ, ഉദ്യോഗസ്ഥർ തന്നെ ഒരു ശീതസമരം നേരത്തെ സർക്കാരിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ കർശനമായ നടപടിയെടുക്കുന്ന ഒരു സർക്കാരിനെതിരെ ഒരു ശീതസമരവുമായി അവർ മുൻപോട്ട് വരികയും അവർ മുഖ്യമന്ത്രിയുടെ അതിരൂക്ഷമായ വിമർശനത്തിന് പാത്രീഭൂതരാവുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിമർശനം കൂടി ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. വളരെ കൃത്യമായ വാക്കുകളിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ എന്തിനാണ് ചീഫ് സെക്രട്ടറി ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത്? നിലവിൽ ടോം ജോസിനെതിരെ എത്ര കേസുകളുണ്ട് എന്ന് കോടതി, തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി A. ബദറുദ്ദീൻ വിജിലൻസിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചു. 2 കേസുകളുണ്ട് എന്ന് വിജിലൻസിൻ്റെ അഭിഭാഷകൻ മറുപടി നൽകിയപ്പോഴായിരുന്നു വീണ്ടും ചീഫ് സെക്രട്ടറിക്കെതിരായി വിജിലൻസ് കോടതി ഒരു കനത്ത പരാമർശം കൂടി നടത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിച്ച് ചീഫ് സെക്രട്ടറി നിർത്തുന്നത്? ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിലവിൽ ഇനിയും പരിഹാരം കാണേണ്ട 10 ഫയലുകൾ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ 10 പരാതികൾ ഇനിയും ഫയലുകളിൽ തീരുമാനമെടുക്കാതെ നിലനിൽക്കുന്നു എന്ന ഒരു പരാമർശം കൂടി തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തി. അതോടുകൂടിയാണ് ഒരു കനത്ത പരാമർശത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതും. എന്തായാലും ഇന്ന് 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകൾ പരിഗണിക്കുന്ന ദിവസമായിരുന്നു. ഒന്ന്, സംസ്ഥാന ചീഫ് സെക്രട്ടറി കൂടിയായ S.M. വിജയാനന്ദിൻ്റെ കേസും അതോടൊപ്പം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ കേസുമാണ് ഇന്ന് പരിഗണനയിൽ ഉണ്ടായിരുന്നത്. നളിനി നെറ്റോയുടെ കേസ് പരിഗണിക്കവേ സമാനമായൊരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. നളിനി നെറ്റോയ്ക്കെതിരെ ഒരു പരാതി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ പരാതിയുടെ കൂടി തീരുമാനങ്ങൾ അറിഞ്ഞ ശേഷം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫെബ്രുവരി മാസം 7-ാം തീയതിയിലേക്ക് കേസ് മാറ്റി. ചീഫ് സെക്രട്ടറിക്കെതിരെ ഫയലുകൾ പൂഴ്ത്തിയതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫയൽ രേഖകളും ഇന്ന് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ആ കേസിൽ വിശദമായ ഫയൽ പരിശോധനയ്ക്കായി കേസ് ഫെബ്രുവരി മാസം 6-ാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. സോമി, ജീവൻ, ഒപ്പം തന്നെ മലബാർ സിമന്റ്സ് മുൻ MD K. പത്മകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ S.M. വിജയാനന്ദിനെതിരെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സർക്കാരിന്റെ നയമാണ് അഴിമതിക്കെതിരെ പോരാടുക, അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളത്. ആ ഒരു രീതിയിൽ ഇപ്പോൾ വിജിലൻസ് കോടതി S.M. വിജയാനന്ദിനെതിരെ രൂക്ഷമായ വിമർശനം അതിനെ ശരിവെക്കുന്ന രീതിയിൽ ഉന്നയിക്കുമ്പോൾ തന്നെ സർക്കാരിന്റെ ഒരു നയത്തെ കൂടി ശരിവെക്കുകയല്ലേ ഈ ഒരു അവസരത്തിൽ? തീർച്ചയായും സോമി, അങ്ങനെ തന്നെ പറയേണ്ടതായി വരും. കാരണം സർക്കാർ വളരെ കൃത്യമായി ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതിയാണെങ്കിലും അതിന് മുകൾത്തട്ടിലെ അഴിമതിയാണെങ്കിലും താഴെത്തട്ടിലുള്ള അഴിമതിയാണെങ്കിലും വളരെ കൃത്യമായി ഇതിനെതിരെ നടപടിയെടുക്കും എന്ന ഒരു പൊതുധാരണ പൊതുവിൽ സമൂഹത്തിനിടയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ UDF സർക്കാരിൽ നിന്നും വിഭിന്നമായി അഴിമതിക്കെതിരായ ഒരു വളരെ കൃത്യമായ ശബ്ദം ഈ കാര്യത്തിൽ എടുക്കുന്നു. പ്രത്യേകിച്ച് അതിന് വിജിലൻസ് ഡയറക്ടർ കൂടിയായ ജേക്കബ് തോമസ് അതിന് നേതൃത്വം നൽകുന്നു. സംസ്ഥാനത്ത് ജേക്കബ് തോമസിനെതിരെ ഒരു വലിയ ലോബി IAS തലപ്പത്ത് രൂപപ്പെടുന്നു. അതിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ
അഴിമതിക്കാരല്ലാത്ത ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മാരീച യുദ്ധം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഒരു പരാമർശം. അത് ഒരുപക്ഷെ സർക്കാരിന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യമായി സർക്കാരിനെതിരെ നീങ്ങുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ, സർക്കാരിനെതിരെ ശീതസമരം പ്രഖ്യാപിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ, അല്ലെങ്കിൽ അഴിമതിക്കാരല്ലാത്ത ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ പരിചയമാക്കിക്കൊണ്ട് സർക്കാരിനെതിരായി സമരം, ആഭ്യന്തരമായ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ കൃത്യമായ നിലപാടുമായി സർക്കാരിന് മുൻപോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാർഡാണ് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി കൃത്യമായി നൽകിയിരിക്കുന്നത്. അത് പരാമർശമുണ്ടായിരിക്കുന്ന കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. IAS അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ ടോം ജോസിനെതിരായ കേസ് പരിഗണിക്കവെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. കോഴിക്കോട് കളക്ടറായ പ്രശാന്തിനെതിരെ മുൻപ് നടപടികൾ അവസാനിപ്പിച്ച, അല്ലെങ്കിൽ നടപടിക്രമങ്ങളിൽ ഇരു കക്ഷികളും തമ്മിൽ ധാരണയെത്തിയ ഒരു സംഭവത്തിൽ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഒരു ഫയൽ നോട്ട് എഴുതിയിരിക്കുന്നു. കോഴിക്കോട് കളക്ടർ പ്രശാന്തിനെതിരെ അച്ചടക്ക നടപടി വേണം. നേരത്തെ കോഴിക്കോട് MP ആയിരിക്കുന്ന MK രാഘവനെതിരെ കുന്നുംകുളത്തിൻ്റെ മാപ്പ് പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ നടപടി വേണം എന്ന ഒരു പരാമർശം കൂടി, അല്ലെങ്കിൽ ഒരു ഫയൽ നോട്ട് കൂടി SM വിജയാനന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അത്തരത്തിൽ IAS സമരത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും ഇത്തരത്തിൽ ഒരു പ്രത്യേക രൂപത്തിൽ പീഡിപ്പിക്കുന്നതിന് വേണ്ടി IAS തലപ്പത്ത് ചില ശ്രമങ്ങൾ നടക്കുന്നതായി വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ചീഫ് സെക്രട്ടറിക്ക് വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് വളരെ കൃത്യമായി അഴിമതിക്കെതിരായ നിലപാടുകളുമായി മുൻപോട്ട് പോകുന്നതിന് വിജിലൻസ് കോടതിയുടെ ഒരു പിന്തുണ കൂടി ഈ കാര്യത്തിൽ ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോമി, ചീഫ് സെക്രട്ടറി SM വിജയാനന്ദിന് വിജിലൻസ് കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം. ടോം ജോസിനെതിരായ കേസുകൾ പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായത്. ഇത്തരത്തിൽ വലിയ അഴിമതി നടത്തുന്ന, കോടികളുടെ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ എന്തിന് സംരക്ഷിക്കുന്നുവെന്നാണ് വിജിലൻസ് കോടതി ചോദിച്ചത്. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.